കുട്ടികൾക്ക് മുതലാവും ഇങ്ങോട്ട് വന്നാല്. ഗൂഗിളമായി ഒരു വയ്യാണ് ചെന്നാ പോയി കാണുന്നത്. ചേലും കൊലും തലശ്ശേരി ഉൾ റോഡിലൂടെ സഞ്ചരിച്ചു നോക്കാം. ഒരുപാട് സൈഡാക്കി നമ്മള് സർവത്ത് പിടിച്ചാലോ. സെയ്താർ പള്ളി കാണാം. എല്ലായിടത്തും ഉണ്ടല്ലേ സെയ്താർ പള്ളി. അവര് വളർത്തിയ മണ്ണിലാണ് ജീവിക്കണ. ചോദിച്ചു നോക്കിയാലോ ആ സെയ്താർ പള്ളിയിലെ. പക്ഷെ സെയ്താർ പള്ളി 2 ഉണ്ടോ? അതാ സെയ്താർ പള്ളി. സഹിച്ചൂടാത്ത. അങ്ങനെ കണ്ണൂര് പയങ്ങാടി കോഴിക്കോടിന്റെ പുതിയ അങ്ങാടി എത്തിന്. ഇവിടെയും ബ്ലോക്ക് തന്നെ. അങ്ങാടി ആദ്യം ഒഴിവാക്കണം. നമ്മളേതായാലും നമ്മളെ തട്ടകത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. കോഴിക്കോട് എങ്ങനെ നമ്മളെ കൊണ്ടേ കുത്തിയോളാ. എന്താ തിരക്കത് അല്ലേ? നമ്മക്കും റോട്ടിലും മൊത്തത്തിൽ തിരക്കല്ലേ. ഇവിടെ അൽഫാം തന്തൂരി സെന്റർ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഹെൽത്ത് സെന്റർ ഒക്കെ ഉണ്ടാവില്ല. ഇവിടെ അൽഫാം തന്തൂരി സെന്റർ ഒക്കെ. അതാണ് നമ്മളെ നാടിന്റെ പ്രത്യേകത. തന്തൂരി സെന്റർ അൽഫാം തന്തൂരി സെന്റർ. എന്താ ത്രിബിളൊക്കെ പോണു. ഇവിടെ മറ്റേ അന്തമില്ലാത്ത ക്യാമറ ഇവിടെ അല്ലേ. വിഷ്വൽ ബ്യൂട്ടിയടാ. കോഴിക്കോടിനല്ലെങ്കിലും വേറെ മൊഞ്ചന കേട്ടോ. ഇതാണ് വരക്കൽ ബീച്ച്. കഴിഞ്ഞേ ബട്ട്ലർ. ബാക്കി ബട്ട്ലർ ബീച്ച്. ഏത് ആ കാണുന്ന ബട്ടർ റോഡ്? അതാ കറക്റ്റ് സ്പോട്ട് ഇതല്ലേ ശരിക്കും എല്ലാവർക്കും. വെറുതെ മറ്റോടത്ത് പോയിട്ട് ഇവിടെ പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഒന്നുമില്ല. അവിടെ പോയി ഇങ്ങനെ തിരക്കൂട്ടും ചെയ്യും. എന്നാ ആരുമില്ലല്ലോ ഇവിടെ. ഫുൾ സെറ്റപ്പ് ഉണ്ട്. എന്താ ഏത് പോളിയോ? ഇതൊക്കെയാ ഫുഡ് കോർട്ടൊക്കെ. സമുദ്ര പാനിപൂരിയോ? ആയിക്കാ. വാ ഇനി സേവ് പൂരി അകത്താക്കിയിട്ട് മതി ബാക്കി കാര്യം. എനിക്ക് പറ്റൂലല്ലോ. എനിക്കിഷ്ടമില്ല. കാണിച്ചു കേട്ടോ. കൊലിപ്പിക്കല്ലേ ഇങ്ങനെ കഴിക്കണം. സോസ് വാരി പൊത്തിനാണ്. വെള്ളം ഇവിടെയൊക്കെ പാർക്ക് കുട്ടികൾക്ക് മുതലാവും ഇങ്ങോട്ട് വന്നാൽ. അങ്ങനെ ബട്ടർ റോഡ് ബീച്ചിൽ നിന്ന് കയറി വരുന്ന വരവാ. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ. ശരിക്കും അങ്ങോട്ട് പോയാൽ മതി ആൾക്കാർക്ക്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസും ഉണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയല്ലേ ബീച്ച്. 9 വരെ ഉള്ളൂ. അതാ അവിടുത്തെ ഒരു സീന്. ഏതായാലും കോഴിക്കോട് വന്ന സ്ഥിതിക്ക് നമ്മളെ മെയിൻ ബീച്ച് പോകാണ്ട് എങ്ങനെ പോവാ? ഒരു ഹരിദേശോ അല്ലെങ്കിൽ ബീച്ചത്തെ വിചാരിച്ച് വണ്ടി വെക്കാൻ ഒരു ഗ്യാപ്പ് ഇവിടെ ഇല്ല. ഇതാണ് നമ്മള് ഇത്രയും ആൾക്കാർ ഇറങ്ങണ ബീച്ചുകൾ എവിടെ കണ്ടോ? ഞാൻ ആ തൽക്കൊക്കെ പോയോക്കട്ടെ. വന്ന ബീച്ചിലൊന്നും എവിടെയും
നാലൊരു ഭാഗം 10 ഭാഗം ആൾക്കാരില്ല അവിടെ. ഇതാണ് കോഴിക്കോട് ബീച്ച്. വ്യാഴാഴ്ച പോയി കാണാലോ. അപ്പൊ ഞായറാഴ്ച ഒക്കെ എന്തേക്കാര അവസ്ഥ? ഞായറാഴ്ച കൂടെ അടുക്കളൊക്കെ നല്ലത്. ഇന്നോ എടുക്കലല്ലോ, ആരും പോണൂല്ലേ ഇവിടുന്ന്. എല്ലാം ഇവിടെ പെറ്റടിക്കുക. ഇവിടെ എന്തോ വരുന്നുണ്ടല്ലേ, ഇവിടെ എന്തോ വരുന്നുണ്ടല്ലേ. ബീച്ച് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ച്. ആ ബീച്ച് ഇവിടെ വരുതേസ് ഉപ്പിലിട്ട് വേണ്ടല്ലോ. ഒരു ഭാഗത്ത് ഉപ്പിലിട്ട് മധുരം. ആ ഇതിലൊന്നത് എന്നാ 2 വയ്ക്കോ. ഒരു മധുരം. അങ്ങനുണ്ട്. ആ മധുരം അതെ. എന്താ വരും മധുരം. മുളകോടെ അതുമായി. അങ്ങനെ അതുമായി പോവല്ലേ. ഇതല്ലേ ഏതായാലും വ്യാഴാഴ്ച ആണെങ്കിലും ഒന്ന് തിരമാല ഉണ്ട് കേട്ടോ. തിരമാലക്ക് അവധിയൊന്നുമില്ല. അങ്ങനെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി ടെന്റ് അടിക്കാൻ സ്പോട്ട് കോഴിക്കോടാണ് നമുക്ക് വലിയ ടെന്റ് ചെയ്യുന്നുള്ളത്. തിരമാലയും കണ്ട് അടുത്ത ടെന്റിനുള്ള സ്പോട്ടും കണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ